നമസ്കാരം. മാമ്പു മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുരേഷ് ഗോപാൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ഉണ്ടാവാം. ആട്, പട്ടി, അതുപോലെ പശു, മുയൽ, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും അരുമയായിട്ട് വളർത്തുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മരുന്നായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ ആടിനോ പശുവിനോ പട്ടിക്കോ എവിടെയെങ്കിലും മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുളമ്പ് രോഗം, അല്ലെങ്കിൽ ഈ മഴക്കാലത്തെല്ലാം വരുന്ന രോഗങ്ങൾ, മഴക്കാലത്തും അതുപോലെ നമ്മുടെ ഈ പശു തൊഴുത്തിലെല്ലാം വെള്ളം കെട്ടി നിന്നിട്ട് കാലിനെല്ലാം ഉണ്ടാകുന്ന ഒരു പൊട്ട്, അത് പിന്നെ പുഴുവായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നല്ലൊരു മരുന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ഇത് ഞാൻ തന്നെ ട്രൈ ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ ആടിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. മുയലിനെ, പട്ടിയെ, അതുപോലെ കോഴിക്ക് വരെ ഞാൻ ഈ മരുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരുന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ കുറച്ച് ആടുകളുണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു, കോഴികളുണ്ട്. ഇപ്പം ഞാൻ ആടിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മഴക്കാലം അല്ലെങ്കിൽ ഈ ആടിൻ്റെ കൂട്ടിൽ നല്ല ഈർപ്പം വന്നിട്ടാകുമ്പം അതിൻ്റെ കുളമ്പിൻ്റെ അകത്ത് പെട്ടെന്നൊരു പഴുപ്പ് വന്ന് അതിനുശേഷം പെട്ടെന്ന് പുഴുക്കൾ വരും. അപ്പോൾ ആ പുഴുക്കൾ വന്ന് എൻ്റെ ഒരു ആടിൻ്റെ എങ്ങനെയോ വായിലായി. അപ്പം നാവിൻ്റെ അടിയിൽ പുഴു വന്നിട്ട് ഭയങ്കരമായിട്ട് ഹോൾസായി. അപ്പോൾ ഇത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ജസ്റ്റ് ഞാൻ വന്ന് അതിൻ്റെ വായിൽ കൈയിട്ടപ്പോഴാണ് ഭയങ്കര സ്മെല്ല് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് നാവിൻ്റെ അടിയിൽ അതിന് ഒത്തിരി പുഴുക്കൾ, ഭയങ്കരമായിട്ട് പുഴുക്കൾ നിറഞ്ഞിട്ട് കണ്ട്. അപ്പോൾ അതിൻ്റെ പല്ല് വരെ പുറത്തോട്ട് വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മരുന്ന് തയ്യാറാക്കി. അതൊരു ഇലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇല ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഇല. അതായത് ഞങ്ങൾ കണ്ണൂർക്കാർ ഇതിന് പറയും ആത്തച്ചക്ക എന്ന് പറയും. പിന്നെ മറ്റുള്ള ജില്ലക്കാർക്ക് പറയുന്നത് ഇതുണ്ടല്ലേ, ഇതിവിടെ മരമായിട്ടുണ്ട്, കുറേ ഒത്തിരി ഉണ്ട്. മറ്റുള്ള ജില്ലക്കാർ ഇതിനെ പറയുന്നത് ഇത് സീതപ്പഴം. അറിയാലോ, സീതപ്പഴത്തിൻ്റെ ഒരു 1-2 ഇലയെടുക്കുക. ഇതുപോലെ 1-2 ഇലയെടുത്ത്, അല്ലെങ്കിൽ വലിയ മുറിവാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ 1-2 ഇലയെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരക്കുന്നതും കാണിക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഈ അമ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും അരച്ചെടുക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ പച്ചമഞ്ഞൾ ആഡ് ചെയ്യുക. വേണമെങ്കിൽ, ഞാൻ പച്ചമഞ്ഞളൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇവിടുന്ന് അരക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ചമ്മന്തിൻ്റെ മണം. അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് ആ മുറിവിൽ കുറച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിറ്റേന്ന് രാവിലേക്ക് പുഴുവുണ്ടാവില്ല, മുറിവും ഉണ്ടാവില്ല. വേണമെങ്കിൽ 1-2 ദിവസം വെക്കാം. അതുപോലെ നിങ്ങൾക്ക് ചെറിയ പൊട്ട് കണ്ടാൽ തന്നെ വെക്കാം. പുഴുവാണെന്നില്ല, പൊട്ട് കണ്ടാൽ തന്നെ ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ അരച്ചിട്ട് വേണമെങ്കിൽ പച്ചമഞ്ഞൾ വേണമെങ്കിൽ വെക്കാം. അത്രയേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊരു കുട്ടിക്ക് വന്നതിനേക്കാളും കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്കുണ്ടാവും. അത് ഒരുപാട് ഞാൻ അനുഭവിച്ചാണ്, ഒത്തിരി അനുഭവിച്ച്. നമ്മൾ ഒരുപാട് ഇതുമാതിരി വന്നിട്ട് പുഴുവൊക്കെ വന്നിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഞാൻ മരുന്നൊക്കെ വാങ്ങി അടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും വ്യത്യാസം കാണാത്തതുകൊണ്ട് ഇതൊരു അമ്മച്ചി പറഞ്ഞു തന്ന അറിവാണ്.
അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. ഇത് വെച്ച് കൊടുക്കുകയോ വേണ്ടു. ഇപ്പോൾ കോഴിക്ക് വരെ ഞാൻ പറഞ്ഞില്ലേ, കോഴിക്ക് വരെ മുറിഞ്ഞപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്നേക്ക് അത് കരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ടിപ്പുമായിട്ട്, അതായത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടിപ്പുമായിട്ട്, അല്ലാതെ യൂട്യൂബ് കണ്ടിട്ടോ അല്ലെ വേറെ അങ്ങനെയുള്ള ഒരു ടിപ്പല്ല. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ടിപ്പുമായിട്ടേ ഞാൻ വരുന്നുള്ളൂ. അതുപോലെ അമ്മാസ് റെസിപ്പിയും ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് ഇവിടുന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇതിലിടുന്നുള്ളൂ. അല്ലാതെ വേറെ ഇവിടെ നിന്നും കിട്ടിയ കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ഇടുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.